this video, I would like to share the topic about depositories, depositories or depository participants. അങ്ങനെയാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. Before we come to this topic, it's better to have an understanding of deposits. The deposits എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളെല്ലാവരും ഈ ബാങ്ക് ഡെപ്പോസിറ്റ്സിനെ കുറിച്ച് വളരെ അറിയണം. കാരണം പലപ്പോഴാണ് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേരൻസായിട്ടാണെങ്കിലും പലരും ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എല്ലാം നടക്കും. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ് ജസ്റ്റ് മണി ബാങ്ക് അത് അതിനൊരു നല്ലൊരു റിട്ടേൺ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡെപ്പോസിറ്ററീസ് ചെയ്യുന്ന പ്രവർത്തനം. അപ്പം ഈ ഡെപ്പോസിറ്ററീസ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. Depositories are those institutions or the system to keep all the securities which are in digital format. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് ഡിമാറ്റ് ഷെയർ, എന്താണ് ഫിസിക്കൽ ഷെയർ, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെയാണ് ഡിമാറ്റ് ഷെയർ ആയിട്ട് മാറ്റാൻ പ്രോസസ്സിംഗ് എന്തൊക്കെ പേര് പറയും, ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഡിമാറ്റ് ഫോമിലുള്ള സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡെപ്പോസിറ്ററീസ് അല്ലെങ്കിൽ അതിലെ പാർട്ടിസിപ്പേറ്റ്. Coming to the definition of depository, we can define depository system as follows. Like a depository is defined as a central location for keeping securities on deposits. അപ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യുന്ന ഏജൻസികളെയൊക്കെയാണ് നമ്മൾ ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. They do what the banks do in the case of currency or cash. അപ്പോൾ ബാങ്കുകൾ ചെയ്യും ക്യാഷ് അല്ലെങ്കിൽ പണത്തിൻ്റെ ഇതിൽ ബാങ്കുകൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് ഈ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ടു ഹോൾഡ് സെക്യൂരിറ്റീസ് for the shareholders in an electronic form. That is what very important, and facilitate the transfer of ownership of securities on final settlement or settlement dates. അപ്പം ഇവര് ഈ സെക്യൂരിറ്റീസ് കൈവശം വയ്ക്കുക മാത്രമല്ല, ഇതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഈ സെറ്റിൽമെന്റ് ഡേയിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു ഷെയർ വാങ്ങി, അപ്പൊ ഷെയർ വിൽക്കുന്നയാളുടെ പേരിൽ നിന്ന് ഷെയറിന്റെ ഓണർഷിപ്പ് വാങ്ങുന്നയാളുടെ പേരിലേക്ക് മാറ്റണം. അപ്പൊ ട്രാൻസ്ഫർ സെക്യൂരിറ്റീസും ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അതും ഈ പറഞ്ഞ ഡെപ്പോസിറ്ററീസ് ആണ് ചെയ്യുന്നത്. only one condition that they deal with the securities which are in electronic format. ആ ഒരു അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലെ സെക്യൂരിറ്റീസ് ഇവർ കൈകാര്യം ചെയ്യാറ്. only thing they keep in secure deposit only the digital securities or dematerialized securities. And therefore we can say they perform a function just like a bank. And also opening account with the depository system is also just like a opening an account for depositing cash in bank. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിലും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, by acting as just like a bank, they keep the securities which are in electronic format in their custody. അതാണ് അതിൻ്റെ ഒരു മീനിങ്. സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് അത് മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏജൻസിയാണ് ഈ പറയുന്ന ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. Now let's see the objectives of depositories. There are several specific objectives for depositories. The first one is to reduce the time of transfer of security. This is one of the important objectives of depositories. Suppose if there are no such agencies like a depositories, it would have been taken a lot of time in the transfer of securities from one person to another or from one industry to another. And since such institutions are existing
or they are still in practice, they are in today such institutions are there. We can what we said, um, we can save a lot of time. We can reduce the delay in transactions, and there is a one-time settlement of security settlement regarding the transport security, and also regarding the payment made to the investors, made by the investor, payment on behalf of such securities. അപ്പോൾ അതെല്ലാം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് ഇതിലൂടെ പോസിബിൾ ആണ്. അപ്പോൾ അതിലൂടെ ട്രാൻസ്ഫർ ടൈം അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം കുറച്ചുകൊണ്ട് വരിക. And this is one of the important objectives of depositories or depository participants. എന്തിനു വേണ്ടിയാണ് ഈ ട്രാൻസ്ഫർ ടൈം കുറച്ചുകൊണ്ട് വരുന്നത്? That is to make the market more dynamic. Only thing the securities can be traded easily and settlements can be completed within a short period of time. Then only the liquidity can be maintained for such securities. That makes the system more dynamic. That makes the market more dynamic. Okay, so this is one of the important objectives of depositories. Then second one is to avoid the risk of settlement of securities. So this is another important objective. The participants in the capital market, or especially in the secondary market, so one of the important major issue that they were facing was the problem related to the settlement of securities, especially the transferring the ownership of securities. ചില കേസുകളിലൊക്കെ സെക്യൂരിറ്റീസ് വിൽക്കും, പക്ഷെ അതിനുശേഷം അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ വിൽക്കിയ ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഉള്ള ഈ ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മുഖേനയാണ് ട്രാൻസാക്ഷൻ നടക്കുക. അല്ലെങ്കിൽ അവരുടെ കൈവശം ഈ സെക്യൂരിറ്റീസ് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിൽ പറഞ്ഞ കരാർ പ്രകാരം പറഞ്ഞിരിക്കുന്ന ടൈമിനുള്ളിൽ ഇവർക്ക് ആ സെക്യൂരിറ്റീസ് അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെടും. ഇതൊട്ടുള്ള ഡിലേ കുറയും, അതിനകത്തുള്ള റിസ്ക് എലമെന്റ്സ് കുറയും. ഓക്കെ, സോ to avoid, so to reduce all kinds of risk related to the settlement of securities. Then next objective is to enhance the liquidity and efficiency. Liquidity can be improved through providing better marketing facilities, and marketing become more dynamic only through the functioning of such organizations. If there were no such organization, means the market would have become such dynamic. മാർക്കറ്റ് ഡൈനാമിക് ആകണമെങ്കിൽ ഇങ്ങനെയുള്ള റിസ്ക് എലമെന്റ്സ് കുറച്ച് ട്രാൻസാക്ഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണം. അതിനിങ്ങനെയുള്ള ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻസ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം മാർക്കറ്റ് ഡൈനാമിക് ആകുമ്പോൾ the instruments become more liquid and the system become more efficient. Then next one is to reduce the cost of transaction for investors. So this is another important objective of depositories. Reduce the cost of transaction. Actually, in the absence of such depository institutions, the investors used to make many agreements, including the agreements from the part of guarantors or underwriters, etc. ഒരുപാട് എഗ്രിമെന്റ്സ് പ്രോപ്പർ ടൈമിലി സെറ്റിൽമെന്റിനും അങ്ങനെയുള്ള ഒരുപാട് പാർട്ടീസിന് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ പേയ്മെന്റ്സ് ഉണ്ട്. That will be much expensive. But once these such depository participants or depository institutions are in operation, such unnecessary expenses could be avoided. ഇങ്ങനെയുള്ള കുറെ ചെലവുകളൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഒരാൾക്ക് കാശ് കൊടുത്താൽ മതി, ബാക്കിയുള്ളതെല്ലാം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടു ക്രിയേറ്റ് സിസ്റ്റം ഫോർ സെൻട്രൽ ഹാൻഡ്ലിംഗ് ഓഫ് ഓൾ സെക്യൂരിറ്റീസ്. നമ്മൾ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ ഈ ബാങ്കുകളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതിനും അവരുടെ
ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള RBI അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല, ഈ ഫണ്ട് ട്രാൻസ്ഫറിങ് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഒരു സെൻട്രൽ മോണിറ്ററിംഗ് അതോറിറ്റി, സെൻട്രൽ ഹാൻഡ്ലിംഗ് അതോറിറ്റി വന്ന ശേഷം എന്താ പറയാ, that reduce a lot of risk and increase include the confidence of investors and easy transaction, easy settlement made possible. അപ്പം this is one of the another important objectives of depositories, that is to function as a central handling institution for all securities. Then next one is to promote countries of competitiveness by complying with global standards. Of course, the competitiveness, competing capacity of our stock market can be improved only by modernization. So-called dematerialization is a focus of modernization. It's a part of modernization. So it's just a step taken for modernization of our capital market that makes our system more efficient. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതിലൂടെ ട്രാൻസാക്ഷൻ വളരെ ഈസിയാണ്, ടൈംലി സെറ്റിൽമെന്റ് പോസിബിൾ ആണ്. ഈ പറയുന്ന ഈ ഫ്രോഡ് ആക്ടിവിറ്റീസ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിന് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ, പ്രോപ്പറായിട്ടുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്കായിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. So these are some of the important objectives of depositories. Then, activities or functions of depositories. The first function is accept the deposits of securities for custody. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫംഗ്ഷൻ, ഇവിടെ ഡെഫിനേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു, what they do is to accept the securities as deposits. അത് ചെയ്യുക, അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. And the second function is to make computerized book delivery of securities which are immobilized in the custody. Computerized book entry of security, automatic ആയിട്ട് അത് എൻട്രി അങ്ങനെയെല്ലാം വരാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അതാണ് മറ്റൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. Then creating a computerized book entry pledges for securities in custody. പ്ലഡ് ചെയ്യാന്ന് നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ബുക്ക് എൻട്രി പ്ലഡ്ജസ് ഫോർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഈ പറയുന്ന സെക്യൂരിറ്റി വെച്ചുകൊണ്ട് നമുക്ക് പിന്നീട് പ്ലഡ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് ലോണുകൾ എടുക്കുന്നു, അതിന്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് നടത്തുക, മെയിൻറ്റെയിൻ ചെയ്യാം. Then providing for withdrawal of securities, provide facilities for the withdrawal of all the securities. The next function is to undertake corporate actions, action like distribution of dividend, interest, etc. So this is one of the important functions of depository institutions. That is to normally the dividends or the interest which are provided or distributed by corporates are handed over to the investors through depository participants or depository institutions. It is these depository institutions are having a detail, detail about the investor, and because of that, through these organizations, corporate benefits are transferred. Okay. The next function is redemption of securities or maturity. What do you mean by redemption? Redeem ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് തിരിച്ചു കിട്ടുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു മീനിങ് ആണ്. അപ്പോൾ സെക്യൂരിറ്റിയുടെ മെച്യൂരിറ്റി കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഫണ്ട് അവർക്ക് എന്താണ്, സപ്പോസ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഡിബഞ്ചർ ഈസ് ഹാവിംഗ് എ ഫിക്സഡ് മെച്യൂരിറ്റി or preference share is having a fixed maturity period, and after the maturity period the principal amount along with the its return has to be paid to the investor, and this has to be ensured by the depository institutions. So this is another important objectives of depository, function of depository participants.
Then now let's have a look at the depository system in India. ഇന്ത്യയിൽ നമ്മളൊരു ഡെപ്പോസിറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് 1989-ലായിരുന്നു. It was organized by a group of 30 private corporate sectors. അല്ലെങ്കിൽ അവർ 30 കോർപ്പറേറ്റുകൾ ചേർന്നാണ് ഈ പറയുന്ന ഒരു ഡെപ്പോസിറ്ററി സിസ്റ്റം കൊണ്ടുവന്നത്. And this was to improve the clearing and settlement process of capital market. ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഫേസ് ചെയ്തിരുന്ന ഇങ്ങനെയുള്ള ക്ലിയറിംഗ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു സംഭവ ഓർഗനൈസേഷൻ അവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത്. But the depositories in India were started functioning after the adoption of reform measures in Indian capital markets. പക്ഷെ ഇതിന്റെ ഇന്ന് കാണുന്ന ഈ ഫോമിലേക്ക് വന്നത് നമ്മുടെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസ് നടന്ന ശേഷം, especially with the establishment of Stock Holding Corporation of India Limited. This depository system, this was initiated by Stock Holding Corporation of India Limited, 1992. Then, Government of India also constituted a committee under the chairmanship of Sri Chandrasekhar, the Managing Director of Stock Holding Corporation of India Limited, 1993. This was to study about the feasibility of having such a organized depository system. And they submitted their report 1993 and based on their recommendations, the government of India promulgated an ordinance in 1995. And followed by this, the government of India also passed an act that is called Depository Act in 1996. And in 1996, depository institutions in India was established. A specialized depository institutions in India was established. And the first one was National Securities Depositories Limited. Second one was Central Depository Service Limited. അപ്പം അങ്ങനെ രണ്ട് ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ്. അത്രയേ ഉള്ളൂ. നമ്മൾ പണ്ട് ഇത് ഡെപ്പോസിറ്ററി ഫോമിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ ഫങ്ഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് മെയിൻലി ടു ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ്. But it was not in an organized format. But in it functions as a functioning as a well-structured organization only after the reforms in capital market. That is in 1992. And major initiative was taken by Stock Holding Corporation of India Limited. And a committee was constituted to study about the feasibility of such organization. 1992, and based on recommendation, the Government of India Act promulgated some ordinances and enacted some act, that is Depositories Act 1996. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 96 ഈ ആക്ട് വന്നതിന് ശേഷം രണ്ട് ഓർഗനൈസേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, NSDL. Then CDSL, Central Depository Service Limited. ഇങ്ങനെ രണ്ട് ഓർഗനൈസേഷൻ 1996 കൊണ്ടുവന്നു. These are the two leading organizations functions as a depositories in India. Then depository process. എന്താണ് ഈ ഡെപ്പോസിറ്ററി പ്രോസസ് എന്നുള്ളത് അടുത്ത് പഠിക്കാം. ഒന്നാമത്തെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ആൻഡ് അക്കൗണ്ട്, ജസ്റ്റ് ലൈക്ക് ഓപ്പണിംഗ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്. Then once account is opened, the next one is dematerialization. What do you mean by dematerialization? Dematerialization is just converting the shares in physical form to electronic form. Electronic formiലേക്ക് പറയുന്ന ഷെയർസിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ dematerialization എന്ന് പറയുന്നത്. So this is one of another important step. The next one is rematerialization. Rematerialization means again converting the electronic shares or
shares in digital format back into again into the physical form, that is in proper form. അപ്പോൾ അതിലേക്ക് മാറ്റുന്നതാണ് റീമെറ്റീരിയൽസ്. So this is another important step. Process, then distribution of dividend. നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു all the corporate benefits are distributed to the investors through such a depository participants or institutions. Then another process is closing and closing. This is another important step involved in depository system in India. Okay. Now here we are having two leading depository participants or depository institutions in India. The first one is National Securities Depository Limited. This was established on August 1996, and this was promoted by certain banks like Industrial Development Bank of India (IDBI), Unit Trust of India (UTI), National Stock Exchange (NSE). ഇത്രയും ഓർഗനൈസേഷൻസ് ചേർന്നാണ് ഈ പറയുന്ന NSDL എന്ന് പറയുന്ന ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനെ സ്പോൺസർ ചെയ്യുന്നത്. അവരാണ് ഇതിന്റെ ഫണ്ടിങ്ങും അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. Then some of the prominent banks in the country also have stakes in NSDL. ഒരുപാട് ബാങ്കുകൾ ഇതിന്റെ അകത്ത് ഷെയർസ് ഒക്കെ എടുക്കും. Then second one is Central Depository Service India Limited, CDSL. നിങ്ങൾ സിലബസിൽ ചിലപ്പം CSDL എന്നായിരിക്കും കാണുക, പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് CDSL ആണ്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ഇന്ത്യ ലിമിറ്റഡ്. This was also established. This started functioning on July 15, 1999, and its main office is at Mumbai. And it was initially promoted by BSE, Bombay Stock Exchange Limited, but at present it is promoted by many agencies, many organizations, including banks and some other non-banking financial institutions. Okay. So these are the two leading depository institutions operating in India, NSDL and CDSL. Okay. അപ്പോൾ ഇത്രയുമാണ് ഈ ഡെപ്പോസിറ്ററി സിസ്റ്റവുമായിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെ കുറിച്ച്. ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞാണ് മെയിൻ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള രണ്ട് പാർട്ടിസിപ്പൻസ്. അവർ ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം ഈ പറയുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളുടെ ശതമാനം ഇവരും ത്രൂ ദീസ് ഓർഗനൈസേഷനാണ്. So depository means it's an organization or institution which holds securities in the electronic format and facilitates the transfer of securities at the time of settlement. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ പറയുന്ന ഡെപ്പോസിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ.